ഞാൻ സുരേഖ നായർ, കേരളത്തിൽ നിന്നാണ്. എനിക്ക് UPSC പഠിച്ച് IAS-കാരിയാകണം. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ സലീമിനെ വിവാഹം ചെയ്തതോടെ എൻ്റെ ജീവിതം നശിച്ചു. അവൻ പറഞ്ഞു, ഇന്ത്യയിലെ 85 ദശലക്ഷം അവിവാഹിതകളായ ഹിന്ദു പെൺകുട്ടികളാണ് അവന്റെ ലക്ഷ്യമെന്ന്. മറ്റൊരു കഥാപാത്രം സ്നേഹാസന്ത് പറയുകയാണ്, ഫൈസാൻ എന്നോട് പറഞ്ഞു പെൺകുട്ടികളെ മതം മാറ്റുക എന്നതാണ് അവന്റെ ദൗത്യമെന്ന്. സ്നേഹത്തിനാണ് ബോംബിനേക്കാൾ സ്ഫോടക ശേഷിയുള്ളതെന്ന്. ബിയോണ്ട് ദ കേരള സ്റ്റോറി എന്ന ദ കേരള സ്റ്റോറി സിനിമയുടെ 2ാം ഭാഗത്തെ വിശേഷിപ്പിക്കപ്പെട്ട വിഷലിപ്ത വിദ്വേഷ ചിത്രത്തിനു വേണ്ടി പുറത്തുവിട്ട ടീസർ നമ്മളോട് സംസാരിക്കുകയാണ്. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ദ കേരള സ്റ്റോറിയുടെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷാ തന്നെയാണ്. ടീസറിന്റെ 2ാം പകുതിയിൽ സുരേഖ നായർ, സ്നേഹാസന്ത്, ദിവ്യ പല്ലിവാൽ എന്നീ കഥാപാത്രങ്ങൾ പരിക്കേറ്റ ശരീരവുമായി പർദ്ദയണിഞ്ഞെത്തുന്നു. പിന്നീട് അവർ പർദ്ദ ഊരിയെറിയുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. ഒടുവിൽ ടീസർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, യഥാർത്ഥ ജീവിത കഥകൾ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണെന്ന്. സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുകയാണ് ബിയോണ്ട് ദ കേരള സ്റ്റോറിക്ക് പിന്നിൽ എന്തെന്ന്. വിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ട ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് ജനുവരി ആദ്യവാരമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ചിത്രീകരണം. ഒടുവിൽ ഫെബ്രുവരി 27 റിലീസ് പ്രഖ്യാപിച്ചതോടെയാണ് ടീസർ പുറത്തിറക്കിയത്. 2023 പുറത്തിറങ്ങിയ ചിത്രം കേരള സ്റ്റോറി ലവ് ജിഹാദ് എന്ന കള്ളക്കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത സിനിമയായിരുന്നു 2023 സുദീപ് തോസൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി. കേരളത്തിൽ ഉയർന്ന ലവ് ജിഹാദ് പ്രചാരണങ്ങളെ അഖിലേന്ത്യാ തലത്തിൽ വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുകയായിരുന്നു ഒരു വിഭാഗം ആ സിനിമയിലൂടെ. സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധാനത്തിന് അർഹനായി. കേരളത്തിൽ വൻ പ്രതിഷേധം സിനിമയ്ക്കെതിരായി ഉയർന്നു വന്നു. കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായതെന്നായിരുന്നു പ്രതിഷേധത്തിനുള്ള കാരണം. 32,000 സ്ത്രീകൾ മതം മാറി കടൽ കടന്നു എന്നായിരുന്നു അന്ന് സിനിമയുടെ ട്രെയിലറിൽ കാണിച്ചത്. വ്യാപകമായി എതിർപ്പ് വന്നതോടുകൂടി 32,000 എന്ന് പറഞ്ഞത് വെറും 3 പേർ ആണെന്ന് കണക്കുകൾ നിരത്തി തിരുത്തേണ്ടി വന്നു. കൗമാരപ്രായക്കാർക്ക് പ്രണയങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കത്തോലിക്ക സഭ സംഘടിപ്പിച്ച ദ കേരള സ്റ്റോറി സിനിമയുടെ സ്ക്രീനിംഗ് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതും നമ്മളാരും മറന്നിട്ടില്ല. പ്രണയം അഭിനയിച്ച് മുസ്ലിം യുവാക്കൾ സംഘടിതമായി ഹിന്ദു യുവതികളെ മതം മാറ്റി വിവാഹം ചെയ്യുന്നു. പിന്നീട് അവരെ കടൽ കടത്തി ഭീകര സംഘടനകളിൽ ചേർക്കുന്നു. ഇതാണ് ലവ് ജിഹാദ് എന്ന ആരോപണം. ഒരു പ്രചാരണ വിഷയമായി സംഘ് പരിവാർ ലവ് ജിഹാദ് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രണയം മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സാമൂഹ്യ പശ്ചാത്തലവും സ്വത്വവും ലവ് ജിഹാദ് എന്ന വ്യാജ പ്രചാരണത്തിന്റെ വഴി നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ അനുപാതം മാറ്റിയെടുക്കാനുള്ള മുസ്ലിം ഗൂഢാലോചനയാണ് ലവ് ജിഹാദ് എന്ന ആരോപണം. മുസ്ലിം വിഭാഗത്തോടുള്ള വംശീയ വിദ്വേഷം തന്നെയാണ് ഇതിന് പിന്നിൽ. എന്നാൽ പാർലമെന്റിൽ ഉയർന്ന ചർച്ചകളിലോ അതല്ലെങ്കിൽ പരമോന്നത കോടതികളിലെ വ്യവഹാരങ്ങളിലോ ലവ് ജിഹാദ് എന്ന പ്രചാരണത്തിന് ഉപോത്ബലമകമായി ഒരൊറ്റ തെളിവ് രേഖ പോലും നൽകാൻ അത് ഉയർത്തിയവർക്ക് ഇന്നോളം കഴിഞ്ഞിട്ടുമില്ല. 2000-ന്റെ തുടക്കത്തോടെയാണ് കർണാടകത്തിന്റെ തീരദേശ പ്രദേശങ്ങളിൽ തദ്ദേശീയ സമുദായങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലവ് ജിഹാദ് പ്രചാരണം ശക്തമാകുന്നത്. 2009 കർണാടകത്തിൽ ലവ് ജിഹാദ് ആരോപണം ശക്തമാക്കുകയും കർണാടക ഹൈക്കോടതിയിലേക്ക് മകളുടെ പ്രണയ ബന്ധത്തിൽ ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ട് സെൽവരാജ് എന്ന വ്യക്തി എത്തുകയും ചെയ്തു. പ്രതിസ്ഥാനത്ത് മലയാളിയായ മുസ്ലിം യുവാവായിരിക്കെ കേരളത്തിലേക്കും കർണാടകത്തിന്റെ അന്വേഷണം നീണ്ടു. പക്ഷേ ഈ അന്വേഷണം ലവ് ജിഹാദ് എന്ന വാദത്തെ ഉറപ്പിക്കുന്ന വിവരങ്ങൾ കൊണ്ടുവന്നില്ല. കേരളത്തിൽ ആദ്യമായി ലവ് ജിഹാദ് ആരോപിക്കപ്പെടുന്നത് 2009-ലാണ്. 2009 ഡിസംബറിൽ ഷഹൻഷാ, സിറാജുദ്ദീൻ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതി ലവ് ജിഹാദ് ഒരു ഭീഷണിയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം വിധി പ്രസ്താവത്തിൽ നടത്തിയത്. ഒരു ഹിന്ദു പെൺകുട്ടിയെയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയും അവർ മതം മാറ്റി വിവാഹം ചെയ്തു എന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നുള്ള കോടതി നടപടിയിലാണ് ഈ വിധി വന്നത്. 2014 ഇസ്ലാം മതം സ്വീകരിച്ച ഹാദിയയുടെ വിവാഹശേഷം മതപരിവർത്തനവും വിവാഹവും ആഗോള ഭീകരവാദ പ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടതും കേരളം മറന്നില്ല. 2023 പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറിക്ക് മുൻപും പിൻപും ഒട്ടനവധി പ്രൊപ്പഗാൻഡ സിനിമകളും സീരീസുകളുമാണ് ഹിന്ദുത്വവാദികളുടെ മൂസയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. പലതും മതവിദ്വേഷവും പടർത്തുന്നതും ചരിത്രത്തെ വളച്ചൊടിക്കുന്നതുമാണെന്ന ആരോപണം ഉയർന്നിരുന്നു.
ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര, സ്വതന്ത്രവീർ സവർക്കർ, ദ സബർമതി റിപ്പോർട്ട്, റസാഖർ, ആർട്ടിക്കിൾ 370, മേ മഡൽ ഹൂം, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. ഇതിൽ പല ചിത്രങ്ങളും മോദി സർക്കാരിന്റെ ഭരണത്തിനു കീഴിൽ ദേശീയ അവാർഡ് നേടിയെടുത്തു എന്നതും നമ്മൾ വിസ്മരിച്ചുകൂടാ. പൊതു തിരഞ്ഞെടുപ്പിൽ BJPക്ക് വഴിവെട്ടാൻ കൂടിയായിരുന്നു ഈ സിനിമകൾ പലതും. 2022 ഫെബ്രുവരി മാസം 27 ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസിന് തീപിടിച്ച് 59 പേർ മരിച്ച സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര, ദ സബർമതി റിപ്പോർട്ട്. ഈ സിനിമകൾ ഗോദ്ര ട്രെയിൻ തീപിടുത്തത്തിന് പിന്നിലെ യഥാർത്ഥ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ചിത്രത്തിൽ അവകാശപ്പെട്ടത്. 2014 ശേഷമുള്ള പൊതു തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഈ സിനിമ ആയുധമാക്കിയുള്ള പ്രചാരണ തന്ത്രം വളരെ വ്യക്തമാണ്. ഒപ്പം ഗോദ്ര സംഭവത്തെ വിമർശിച്ചതോടെ സമീപിച്ച പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ നേരിട്ട ദുരനുഭവവും നമുക്ക് മുന്നിലുണ്ട്. നാസി ജർമ്മനിയിലും ഫാസിസ്റ്റ് ഇറ്റലിയിലും സിനിമകൾ രാഷ്ട്രീയ പ്രചാരണ ആയുധങ്ങളായിട്ടുണ്ട്. ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രിയായിരുന്ന കുപ്രസിദ്ധ ഗീബൽസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തെ ഇല്ലാതാക്കാൻ 2 മാർഗങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ വാക്കുകൾ നിശബ്ദമാകും വരെ യന്ത്രത്തോക്കുകൾ പ്രവർത്തിപ്പിക്കണം. രണ്ടാമത്തേത് പ്രചണ്ഡമായ നിതാന്ത പ്രചാരണത്തിലൂടെ എൻ്റെ അഭിപ്രായത്തെ നിങ്ങളുടേതാക്കി മാറ്റാം. ഞങ്ങൾ നാഷണൽ സോഷ്യലിസ്റ്റുകൾ തൽക്കാലം രണ്ടാമത്തേതിലാണ് വിശ്വസിക്കുന്നത് എന്ന്. ഇതുതന്നെയല്ലേ ഇത്തരം വ്യാജ വിഷപ്രചാരണങ്ങൾ സിനിമകൾ നമ്മുടെ സമൂഹത്തോടും സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിനിമകൾ നമുക്ക് മുൻപിൽ തുറന്നു തരുന്നത് വിശാലമായ ലോകമാണ്. സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ അവ ഉപകരിക്കുമ്പോൾ അവ സുന്ദരമാകുന്നു. പക്ഷെ വർഗീയ വിഷം കലർത്തി സമൂഹത്തിൽ വിഭാഗീയത പടർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിനിമകൾ എത്തുന്നതെങ്കിൽ അവ എതിർക്കപ്പെടേണ്ടതും തുറന്നു കാട്ടേണ്ടതുമാണ്. കേരള സ്റ്റോറി ആദ്യ എഡിഷന്റെ അനുഭവം നമുക്കറിയാം. 2ാം ഭാഗത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന ഇത് കേരളത്തിനെതിരെ എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മതേതര മനസ്സിൽ വിഷം കലർത്താനുള്ള ശ്രമം എന്നുകൂടിയാണ്. കേരളത്തിന്റെ പശ്ചാത്തലം പ്രമേയമാക്കി മതവിദ്വേഷത്തിന് അടുപ്പ് കൂട്ടുമ്പോൾ മുതലെടുപ്പ് നടത്തുന്നവരെ തിരിച്ചറിയുക തന്നെ വേണം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.